പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് PSC പഠിക്കുന്ന ആൾക്കാരെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? PSC കാൻഡിഡേറ്റ്സ്, നമുക്ക് ആസ്പിരൻസിനെ 3ആയിട്ട് തിരിക്കാം. വളരെ കൂളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഒന്നാമത്തെ വിഭാഗം വളരെ കൂളാണ്. ചിൽ വൈബ് എന്നൊക്കെ നമ്മളിപ്പം ന്യൂ ജനറേഷൻ്റെ ടെർമിനോളജിയിൽ പറഞ്ഞാൽ വളരെ കൂളായിട്ടുള്ള ആൾക്കാർ. രണ്ടാമത് ഓവർ ടെൻഷനുള്ള ആൾക്കാർ. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഓവർ ടെൻഷനുള്ള ആൾക്കാർ. ഈ 2 കാറ്റഗറിയെക്കുറിച്ച് ആദ്യം നമുക്കൊന്ന് സംസാരിക്കാം. ഈ കൂളായിട്ടുള്ള ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നത്? ഈ കൂളായിട്ടുള്ള ആൾക്കാർക്ക് അവർ ഭയങ്കര കൂളാണ്. അവർക്കപ്പോൾ ടെൻഷനേ ഇല്ല. ഒരു ചെറിയ ലെവൽ ഓഫ് ടെൻഷൻ പോലും അവർക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ നല്ലോണം പ്രിപ്പയർ ചെയ്യത്തില്ല. അപ്പോൾ അവരുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. കാരണം അവർക്ക് ടെൻഷനേ ഇല്ലാത്ത കാരണം വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും. അപ്പോൾ അവർക്ക് പ്രിപ്പറേഷൻ ഒന്നുമില്ല. അതിൻ്റെ മുന്നേ ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകും, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യം, അതിന് ബാക്കിലോട്ട് നമ്മൾ കാര്യങ്ങൾ കണ്ടു വേണം അതിന് പ്രിപ്പയർ ചെയ്യാൻ, അല്ലേ? ഇപ്പോൾ ഒരു എക്സാമിൻ്റെ ഡേറ്റ് വന്നാൽ ആ ഡേറ്റിൽ നിന്ന് ബാക്കിലോട്ട് നമ്മൾ പ്രിപ്പറേഷൻ ആരംഭിക്കണം. ഇത്ര ദിവസം മുന്നേ പ്രിപ്പയർ ചെയ്യണം. ഇത്ര ഒരു പ്ലാൻ കാണും. പഠിക്കുന്ന ആൾക്കാർക്കൊരു സ്റ്റഡി പ്ലാൻ കാണും. ഇത്ര ദിവസമാണ് എൻ്റെ കയ്യിലുള്ളത്, അതിൽ ഇത്ര ദിവസം ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ഇത്ര ദിവസം റിവിഷന് വേണ്ടി ഞാൻ ഉപയോഗിക്കും. അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ, വ്യക്തമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ കാണും. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കാണും. ഈ കൂളായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനൊരു സ്റ്റഡി പ്ലാനോ ഒരു വ്യക്തതയോ ഒന്നും കാണത്തില്ല. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് തന്നെ ഈ കൂളായിട്ടുള്ള ആൾക്കാർ, അന്ന് നമ്മൾ ആദ്യത്തെ വിഭാഗക്കാർ സഫർ ചെയ്യും. കാരണം അവർക്ക് വെറും ലക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കിട്ടത്തുള്ളൂ. അത് വളരെ പെർസെൻറ്റേജ് കുറവായിരിക്കും, അല്ലേ? ഈ ലക്ക് ഫേവറബിൾ ആയിരിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. അപ്പം കിട്ടിയെന്നേ ഉള്ളൂ. അവർക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ലൈഫിൽ സക്സസ് എന്ന് പറയുന്നത് അവർക്ക് ഗ്യാരണ്ടി ഇല്ല. രണ്ടാമത്തെ ആൾക്കാരാണ് ഓവർ ടെൻഷനുള്ള ആൾക്കാർ. അമിതമായിട്ട് ടെൻഷനുള്ള ആൾക്കാർ. അവർക്ക് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴേ അവർക്ക് ടെൻഷനാണ്. അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, വിശപ്പില്ല, ഉറക്കമില്ല, ഓവർ ടെൻഷനാണ്. അവർ ആ ബുക്ക് പഠിക്കും, അത് തൃപ്തിയില്ല, വേറെ ബുക്ക് വാങ്ങിക്കും, അത് പഠിക്കും. ഈ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകും, അത് തൃപ്തിയില്ല, വേറെ ട്രൈ ചെയ്യും. അങ്ങനെയൊക്കെ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ ഓവർ ടെൻഷൻ കാരണം അവർ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആകാൻ അവർക്ക് പറ്റത്തില്ല. കാരണം അവരൊരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് റിസൾട്ട് കിട്ടത്തില്ല. കാരണം ഈ ടെൻഷൻ അവരെ ടേക്ക് ഓവർ ചെയ്യും. അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ സമയത്ത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ടെൻഷൻ കാരണം നമ്മുടെ ബോഡി വീക്കാകും. നമുക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ലല്ലോ. അണ്ടർ സ്ട്രെസ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഓവർ ടെൻഷനുള്ള ആൾക്കാർക്കും കാര്യമായിട്ട് പ്രൊഡക്റ്റീവ് ആകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 2 തരത്തിലുള്ള ആൾക്കാർ, PSC ആസ്പിരൻസിലുള്ള ഈ 2 തരത്തിലുള്ള ആൾക്കാർക്കും റിസൾട്ട് എന്ന് പറയുന്നത് ഭാഗ്യവശാൽ കിട്ടിയാൽ കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വേണ്ട, ഈ 2 കാറ്റഗറിയിൽ നമ്മൾ പെടാൻ പാടില്ല എന്നുള്ളത് നമുക്ക് തീർത്തും ബോധ്യമായി. നമ്മൾ ഓവറായിട്ട് കൂളാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ പ്രിപ്പറേഷൻസിനോ പ്ലാൻ ചെയ്യാനോ ഒരു പ്ലാനിങ്ങും കാണത്തില്ല. ഈ കൂളായിട്ടുള്ള ആൾക്കാർക്ക് പ്ലാൻ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടും. അതേസമയം ഓവർ ടെൻഷൻ ആണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളാണ്. നമുക്ക് കാര്യമായിട്ട് പെർഫോമൻസ്, പീക്ക് ലെവൽ നമുക്കൊരു പെർഫോമൻസ് കൊടുക്കാനോ റിസൾട്ട് നേടിയെടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഇനി നമ്മൾ എങ്ങനെയാണ് ആവേണ്ടത്, നമുക്ക് എന്താണ് ആവശ്യം നമുക്ക് നോക്കാം. നമുക്കൊരു മീഡിയം ലെവൽ ഓഫ് ടെൻഷൻ എപ്പോഴും ആവശ്യമാണ്. ഒരു മീഡിയം ലെവൽ, ഒരു മോഡറേറ്റ് ലെവൽ ടെൻഷൻ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഈ ടെൻഷനാണ് നമ്മളെ 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ആരാണ്? ഈ മീഡിയം ലെവൽ ടെൻഷനുള്ള ആൾക്കാരാണ്. കാരണം അവർക്ക് ആ എക്സാം ദിവസത്തിനെക്കുറിച്ച് അവർ അലേർട്ടായാൽ മതി, ആങ്സൈറ്റി വേണ്ട, അലേർട്ടായാൽ മതി. അലേർട്ടാകുമ്പോൾ എന്ത് പറ്റും? നമ്മൾ അതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു മൈൻഡ് വരും. അപ്പോൾ നമ്മളത് പ്രിപ്പറേഷൻസൊക്കെ കാര്യമായിട്ട് നടക്കും. നമ്മൾ വളരെ സമാധാനത്തോടുകൂടി നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ച്, മീഡിയം ലെവൽ ടെൻഷനേ ഉള്ളൂ. ഒരു മീഡിയം ലെവൽ ടെൻഷൻ, ഒരു ത്രെഷോൾഡ് ലെവൽ ടെൻഷൻ ഇല്ലാത്ത ആൾക്കാർ പെർഫോം ചെയ്യത്തില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പം നമുക്ക് ആ മീഡിയം ലെവൽ ടെൻഷനുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് പഠിക്കാനും പറ്റും, നമുക്ക് പെർഫോം ചെയ്യാനും പറ്റും. ഈ ഒരു ടെൻഷനാണ് നമ്മളെ, ഈ മീഡിയം ലെവൽ ടെൻഷൻ കേട്ടോ, ഇതാണ് നമ്മളെ പ്ലാൻ ചെയ്യാനും സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനും ടൈം ടേബിൾ ഉണ്ടാക്കാനും ഇതിന് മുന്നേ എക്സാമിന് ഇത്ര ദിവസം മുന്നേ റിവിഷൻ എടുക്കണമെന്നും ഒക്കെ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് നമുക്കുള്ള ഈ മീഡിയം ലെവൽ ടെൻഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ വരണം. അതായത് നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം. നമ്മൾ എക്സാം ഉണ്ട്, സിലബസ് തീർക്കണം എന്നുള്ള ഒരു അലേർട്ടായിരിക്കണം. അപ്പോൾ ഈ മീഡിയം ലെവൽ ടെൻഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ PSC ആസ്പിരൻസിൽ 3 കാറ്റഗറി ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. കൂൾ, പിന്നെന്താ ഓവർ ടെൻഷനുള്ള ആൾക്കാർ, പിന്നെ മീഡിയം ലെവൽ ടെൻഷനുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾക്ക് ഒരു മീഡിയം ലെവൽ ഓഫ് ടെൻഷൻ മതി. ഇതാണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് തരുന്ന കാര്യം. അപ്പോൾ ഇനി പോയിരുന്ന് പഠിക്കുമല്ലോ, കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനും ടൈം ടേബിളും ഒക്കെ തയ്യാറാക്കി സമാധാനപരമായിട്ട് പഠിച്ചു തീർക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.